ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ വാക്കിംഗ് ചലഞ്ചിൻ്റെ 49ാമത്തെ ദിവസമാണ്. ഇപ്പോഴത്തേ ഞാൻ രാവിലെ ഇറങ്ങുവാണ് നമ്മുടെ പാറശാലയിൽ നിന്ന്. നേരെ നമുക്കിനി നാഗർകോവിലിലേക്കാട്ടോ പോകാനുള്ളത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ചലഞ്ച് അങ്ങനെ കംപ്ലീറ്റ് ആകാൻ പോവാണ്. അപ്പോൾ നാളത്തെ ഒരു ദിവസം ഞാൻ കന്യാകുമാരി എത്തുന്ന ആ ഒരു സീൻ മാത്രമേ ഇപ്പോൾ എൻ്റെ മൈൻഡിലുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു 10-35 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു 5:30-6 മണി ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ നമ്മൾ നടന്നങ്ങനെ കേരളം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് കയറിയേക്കുവാണ് ഇപ്പോൾ. വീഡിയോയുടെ ഡ്യൂറേഷൻ ഭയങ്കര കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട്, ഫോണിൽ സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ സീനും കുറച്ച് വെച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പോകണമെന്നുണ്ട്. പക്ഷേ സ്റ്റോറേജിൻ്റെ പരിമിതി മൂലം നമ്മൾ അത്രയും ചെയ്യുന്നില്ല. ഇപ്പം ഞാനീ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ പാറശാലയുള്ള ഇഞ്ചിവിള എന്ന് പറഞ്ഞ സ്ഥലത്തോടെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ തിരുവനന്തപുരം അവിടെ തീരുവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബോർഡറിൽ കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുവാണ്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് കളിയിക്കാവിള എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നാണ് തമിഴ്നാട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്ക് അവിടുത്തെ ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് മാർക്കറ്റിൽ നിന്ന്. അങ്ങനെ നമ്മൾ നടന്ന് ദേ ഈ കാണാണ് കളിയിക്കാവിള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അവിടെ വരെ എത്തിയിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമ്മൾ അവിടെ നടന്ന് മാർത്താണ്ട് എത്തിയിട്ടുണ്ട്. ഏതൊരു പള്ളിയൊക്കെ ഉണ്ട്. അല്ല ഗായ്സ്, അങ്ങനെ നമ്മൾ നടന്ന് ദേ മണാലി എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ നോർത്തിലെ മണാലി അല്ല കേട്ടോ, ഇത് ഏതോ തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു ഗ്രാമമാണ് മണാലി. ഇപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് തുക്കള എന്ന് പറഞ്ഞ സ്ഥലത്തോടെയാണ്. ഈ സൈഡ് രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മൊത്തം കാടാട്ടോ. അത് ഇപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചക്ക ഒക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ അപ്പുറ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചക്ക, കരിമ്പൻ ജ്യൂസ്, പിന്നെ മറ്റേ ഐസ് ആപ്പിൾ, ആ സാധനം കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ നടന്ന് ഞാൻ നാഗർകോവിൽ എത്തിയപ്പോൾ അശ്വിൻ എന്നെ പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റേ അവൻ്റെ അടുത്താണ്. ഇന്നത്തെ രാത്രി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം നാളെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.